ഇപ്പോൾ നമ്മളന്ന് ഇവിടെ പോയില്ലേ, ഹാനി ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ. ആദ്യം ഉണ്ടോന്ന് സംശയമാണ്. ഒടുങ്ങാക്കാട് പള്ളി മക്കാമിൽ പോയി സിയാറത്ത് ചെയ്തിട്ട്, അല്ലെങ്കിൽ സിയാറത്തിന് മുൻപായിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ കയറി പള്ളിക്കല്. എത്ര വരുമാനമുള്ളൊരു പള്ളിയാണത് മക്ക. അവിടെ എല്ലാ ദിവസവും ഫുഡ് അടക്കണ്ടെന്നുണ്ട്. വരുന്ന ആളുകൾക്ക് അത്യാവശ്യം എന്തോ ചീരിഞ്ഞൊക്കെ ഒരു മറ്റുള്ള ചടങ്ങിൻ്റെ ദിവസങ്ങളിൽ മാത്രമല്ല. അതായത് അങ്ങനെ വരുമ്പോൾ എൻ്റെ ഇൻകം അത്ര ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ചിലയിടത്ത് ഇപ്പോൾ ഉറൂസിനൊക്കെ അല്ലേ എന്തെങ്കിലും കൊടുക്കുള്ളൂ. എനിക്കത് ഓൾമോസ്റ്റ് ഡേയ്സിൽ അവിടെ എന്തുണ്ട്, ചക്കരച്ചോറ സംതിങ് ലൈക്ക് ദാറ്റ് കൊടുക്കേണ്ടവർ. ഇത്രയും ഇൻകമുള്ള പള്ളിയിൽ നമ്മളന്ന് നിസ്കരിക്കാൻ കയറിയിട്ട് കണ്ട സംഭവം എന്താണ്? അവിടെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. നട്ടുച്ച നേരമാണ് മക്കളെ, 1 മണിയൊക്കെ സമയമാണ്. ഈ സമയത്ത് പള്ളി കയറി നമ്മൾ കൈ കെട്ടിയപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ആ ഫാനൊക്കെ അവിടെ ഓഫാക്കിയിട്ടിട്ട് പോയി. അത് പ്രതീക്ഷിച്ചിരുന്നില്ല, കൈ കെട്ടി പോവുകയും ചെയ്ത്. അല്ലെങ്കിൽ കൈ കെട്ടൂലായിരുന്നു. നമ്മൾ കൈ കെട്ടിയിട്ട് റുക്കൂയിലേക്ക് എത്തിയിട്ടില്ല. അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അതൊക്കെ ഓഫാക്കി കടകടകടകടാന്ന് സ്വിച്ചുകളൊക്കെ ഓഫാക്കിയിട്ട് അയാളോട് പോയി കളഞ്ഞു. ഇയാളുണ്ടായിരുന്നാലും ഇയാള് വേറെ മൂലക്ക് നിസ്കരിക്കണ വേറൊരു സംഭവം. പള്ളിയിൽ താളാണ്ട് ഇപ്പൊ ഓഫ് പള്ളിയിലത്തെ അല്ലാത്തവനാണ് ഓഫ് ചെയ്തവനെ അവനെ കൈ കരണക്കുട്ടി തെറിപ്പിക്കേണ്ടല്ലേ. അവനങ്ങനെ ഓഫാക്കല്ല. അവിടെ നിന്നിട്ട് ഇത്ര ആൾക്കാർ നിസ്കരിക്കില്ല. അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ഫർദ് നിസ്കരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ജമാഅത്ത്, വേറെ ളുഹറുണ്ട്. പിന്നെ മോനെ അതൊരു സിയാറത്ത് മക്കാമുള്ളൊരു പള്ളിന് അവിടെ എനി ടൈം ആൾക്കാർ വരും, നിസ്കരിക്കും. ആ ഫാനൊക്കെ ഓഫാക്കി പോകേണ്ട കാര്യം എന്താണ്? വരുമാനമില്ലാത്ത പള്ളിയാണോ? അല്ല. എന്തിന്? ചില പള്ളികളിൽ ഇപ്പോഴും എക്കാലത്തുള്ളൊരു അസുഖമാണത്. എന്ത്? അവല് ജമാഅത്തിന്, ഫസ്റ്റ് ജമാഅത്തിന് മാത്രം ഫാന് ലൈറ്റ് ഒക്കെ ഇടുക, പിന്നെ അത് ഓഫാക്കി വെച്ച് ഇതാക്കി എന്ത് പറയാൻ അതിനെ പറ്റിയിട്ട് അത്രയും പ്രയാസപ്പെടുത്തുക ഈ കാലഘട്ടം. ഒന്നാമത്തത് പണ്ടൊക്കെ വൺസപ്പ് ഞങ്ങളെ കാലത്ത് ഉപ്പാൻ്റെ കാലത്ത് ഉപ്പാൻ്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞ ആ കാലഘട്ടമൊന്നും അല്ലത്. കൊണ്ട ചൂടാണ്. ടെറസിൻ്റെ താഴെയാണ് നിൽക്കണം, കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ താഴെയാണ് നിൽക്കണത്. ഒരു ഫാൻ ഇട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ എ സി ഇടാൻ പറഞ്ഞില്ല. ഇപ്പോൾ പള്ളികളിൽ എ സി ഉണ്ട്. ഓക്കെ, അതൊക്കെ പിന്നെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവുമെന്ന് വിചാരിക്കുക. മാത്രമല്ല അത് ഒന്നും കൂടി കുറച്ചാളയുമ്പോൾ അത് വരെ ആവശ്യപ്പെടാം. എന്നാലും അതിന് ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എക്സ്പെൻസീവാണ്. കാരണം പിന്നെ ഒരാൾക്ക് മാത്രം ഇടുന്നതൊന്നും അത്ര നല്ലതല്ല. എൻ്റെ പൊന്നാരപ്പൊൻ്റെ മോനെ, ഫാൻ ഇടുന്നതുകൊണ്ട് എന്താ സംഭവിക്കാനുള്ളത്? ഇവിടെ മിക്ക പള്ളികളിലും, ചില പള്ളികൾ ഇതിന് വ്യത്യസ്തമായിട്ടുണ്ട്. ലൈക്ക് അവരൊക്കെ മര്യാദ ഉള്ളവരാണ്. എന്ത് ചെയ്യും? നിങ്ങളത് ഉപയോഗം കഴിഞ്ഞിട്ട് ഓഫാക്കി പോകാന്ന് പറയും. ശരിയാണല്ലോ. അത് നമ്മളാ ഒരു പൗരബോധം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ബോധം പള്ളിയിൽ വരുന്നവനും ആർജിക്കണം. നമ്മളിപ്പോൾ പള്ളിയിൽ കയറുമ്പോൾ അപ്പോൾ ചിലപ്പോൾ മുക്രിക്ക നമ്മൾ നിസ്കരിക്കണം. ഇപ്പോൾ ചാമക്കാല പള്ളിയിലൊക്കെ വരുമ്പോൾ നമ്മൾ നിസ്കരിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഓഫാക്കണ്ട് പോകും. അയാൾക്കൊരു വിശ്വാസമുണ്ട്, ഇയാൾ പള്ളിയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അത് ഓഫാക്കിയിട്ട് പോകും. അപ്പം ആ ഒരു ബോധം വരുന്നവർക്ക് വേണം. ഇത് പൊതുമുതലാണെന്നുള്ള ചിന്ത വേണം. ഞാൻ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാവരും കൂടി, ഞാൻ മാത്രം പോക്കറ്റിന് കൊടുക്കണമല്ല, എല്ലാവരും അല്ലെങ്കിൽ പല കൈകൾ ചേർന്നിട്ടുള്ള ഒരു അങ്ങനെയുള്ള കറണ്ട്. കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽക്കുള്ള കറണ്ടിൻ്റെ ബില്ലല്ല പള്ളികൾക്കുള്ളത്. ആരാധനാലയങ്ങൾക്കുള്ള കറണ്ട് ബില്ല് ഡിഫറൻ്റ് ആണ്. അതിൻ്റെ യൂണിറ്റ് ചാർജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ കുറച്ച് കാശ് കൂടും. അതുള്ളൊരു സത്യം തന്നെയാണ്. കറണ്ട് ബില്ല് ആരടക്കും. ഓക്കെ, വേറൊരു വിഷയമുണ്ട് ആദ്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. പള്ളികൾ പലതരമാണ്. ചില പള്ളി, ചില മഹല്, ചില അത് കണ്ടാത്താൻ അറിയാം. അവർ നല്ല അടിപൊളി പള്ളികൾ തന്നെ ആയിരിക്കും അല്ലേ. ആ പള്ളിയിലൊന്നും ഇമാതിരി കഞ്ചൂസി കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത് ഇപ്പോൾ ചാമക്കാല പള്ളിയിൽ തന്നെ ഈ അടുത്ത് വരെ, ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല, തൊട്ട് മുമ്പ് വരെ അബ്ബാസ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാശി ജുമാഅത്ത് പള്ളിയിൽ കറണ്ട് ബില്ല് നിങ്ങൾ നോക്കണ്ട, ബില്ല് എനിക്ക് അവിടെ അയച്ചാൽ മതി. മൂപ്പര് അടച്ചിരുന്നത്, മരണം വരെ മൂപ്പര് അടച്ചിരുന്നു. ഇപ്പം റൈറ്റ് നൗ എനിക്കറിയില്ലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗ പ്രകാശിപ്പിക്കട്ടെ. മനുഷ്യൻ്റെ അത്ര വലിയ ഉദാര മനസ്കത, വർഷങ്ങളുടെ പഴക്കേണ്ടതിന്. അല്ലാണ്ട് ഇന്നൊന്നിലും തുടങ്ങിയൊന്നല്ല മൂപ്പര് ആ കറണ്ട് ബില്ല് കൊടുക്കണത്. ഒരു പ്രശ്നമില്ല. പക്ഷെ അപ്പോഴും ചില ആൾക്കാർ കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചില മിക്ക പള്ളികളിലും ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണേ, പിന്നെ അവിടുത്തെ ആ നാട്ടിലെ പണക്കാരൻ പ്രമാണി
അല്ലെങ്കിൽ എല്ലാവരും കൂടി അടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ഫാൻ വർക്ക് ചെയ്യിച്ചാൽ എത്ര കാശ് വരുള്ളൂ? പിന്നെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ ആളില്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഫാൻ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ തന്നെയല്ലോ ഒരാളെ വെച്ചിരിക്കണം ഞങ്ങൾ മുക്രിയായിട്ട്. പിന്നെ അയാളെ പണി എന്താ? ബാങ്ക് കൊടുക്കൽ മാത്രമാണ് അയാളെ പണി. എന്താണ് ഈ മുക്രിയുടെ പണി? എന്താണ്? അല്ലെങ്കിൽ തണ്ണി മുക്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടല്ല, ഇയാളെ പണി എന്താണ്? ആൾ ബാങ്ക് കൊടുത്ത് മാത്രം പോകാനാണ്. അതിനാണ് അവിടെ ശമ്പളക്കാരായിട്ട് കുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ദുബായ് ഔക്കാഫും ഇമാറാത്തിലെ ഔക്കാഫല്ല നല്ലത്. ഇവിടെ മറ്റേ പണി എടുത്ത് കളഞ്ഞല്ല. ഇത് പണി മുക്രി പണി എടുത്ത് കളഞ്ഞല്ല. ഈ മാമനാണ് ബാങ്ക് കൊടുക്കണം. ഈ മാമൻ അയാൾ രണ്ടും ഒരാൾക്കാണ്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ ഒരാൾ, ഇമാം വെക്കാൻ ഒരാളിന് ആവശ്യം തന്നെ. അയാൾ പള്ളി ചുറ്റിപ്പറ്റി അവിടെ ഉണ്ടാവണമല്ലോ. അത് അയാളെ ഡ്യൂട്ടിയാണല്ലോ. ഓക്കെ, കുറച്ച് 4-5 കുട്ടികൾ വന്ന്, സ്കൂൾ കുട്ടികൾ വന്ന് സ്കെച്ച് കോളേജ് ഓക്കെ കെയർലെസ് ആയിട്ട് അവർ ഓഫാക്കി പോയി. സോ വേർ ആർ യു മാൻ? നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? യു കം ആൻഡ് സ്വിച്ച് ഓഫ് ഇറ്റ്. അത് ചെയ്യണ്ടേ? അതിന് പകരം എല്ലാവർക്കും ആദാബ് ശിക്ഷ നിങ്ങളൊക്കെ നിറയിക്കണമെന്ന് പറഞ്ഞിട്ട് ഓഫാക്കിയിട്ടുണ്ട് പോക്ക്. അതെന്ത് വർത്താനാണ് ഈ പറയണത്? അതിന് കൂടുതൽ ചില ആൾക്കാർ ഇപ്പോൾ ഖബറിലൊക്കെ പോയി ഖബറിലെ ചൂട് ഞങ്ങൾ സഹിച്ചോണ്ട് അവിടെ സഹിച്ചോണ്ട് പോയി, അത് ഇവിടെയും ഞങ്ങളുടെ ഖബറാക്കണ്ടല്ലേ, ഞങ്ങൾ നിരകാക്കണോ വേണോ? ചില ആൾക്കാരോട് ഇത് പറയുമ്പോൾ പറയാ ഇവരൊക്കെ ഇങ്ങനെ ഖബറിൽ പോയി കിടക്കും, അവിടെ എന്ത് എയർ കൂളർ കൊണ്ട് വെക്കുമെന്ന്. അത് നിങ്ങൾ ചിന്തിക്കണ്ട. നമ്മൾ എന്തിനാ അവിടെ ഇവിടെയും നിരകാക്കണ്? അത് അവിടെ എത്തിയിട്ടുള്ള കാര്യമില്ല. അത് അപ്പം ആലോചിക്കാം. ഈ ഇത്രയും കാലം ഈ 2026 പോലും നേരം വെളുക്കാത്ത, അത് ഞാൻ അതിശയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ നിങ്ങളുടെ പ്രായത്തിലുള്ള സമയത്ത് വേറൊരു തലമുറയുടെ ഈ മഹല്ല് കമ്മിറ്റിയിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് പിന്നെ ഓക്കെ വേറൊരു ചിന്താഗതി. ഇപ്പം എൻ്റെ പ്രായക്കാരൊക്കെ തന്നെ ഈ കമ്മിറ്റികളിൽ വന്നിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും കുജാഞ്ചിയും ഒക്കെ ആയിട്ട് നിൽക്കണേ. ഇവർക്കും നേരം വെളുക്കണില്ലേ? എന്ത് ഇവർക്ക് നേരം വെളുക്കാത്തത്? ഇന്നത്തെ കാലത്ത് മോനെ പിള്ളേർ പള്ളിക്കൽക്ക് വരാൻ കൂട്ടാക്കൂല. ഇപ്പം ഹാദി, ഇപ്പം നിങ്ങൾ രണ്ടാളും ഇപ്പം തറാവി നിസ്കരിക്കാൻ പോയി. എവിടെയാണ് പോയത് തറാവി നിസ്കരിക്കാൻ? ഒന്ന് പറഞ്ഞേ, സത്യസന്ധമായിട്ട് പറ. ഹാനി എവിടെയാണ് പോയത്? നിങ്ങൾ താമസിക്കണ MKച്ചിയുടെ ഉള്ളിലെ പള്ളിയിൽ കൂടിയില്ല. ഇത്ര വലിയ പള്ളി ഉണ്ടിട്ട് അവിടെ കൂടിയില്ല. ഇത്ര നല്ല ഖത്മുൽ ഖുർആനാണ് അവിടെ നടക്കുന്നത്. കൂടിയില്ല. എവിടെക്കാ പോയത്? എവിടെ? നിങ്ങൾ എവിടെയാണ് പോയത്? തറാവീസ് കേൾക്കാൻ MKച്ചിലുള്ള സമയത്ത് എവിടെയാണ് പോയത്? AC ഉള്ള പള്ളി പോയി ഇല്ലേ? നടക്കേണ്ടി വന്ന ആ നടപ്പ് ഇങ്ങ് സഹിച്ചാ? കഴുതപ്പോയില്ലല്ലേ AC ഉള്ള പള്ളി ഉണ്ടായിരുന്നത്? അങ്ങോട്ട് പോയില്ലേ? നിങ്ങൾ ഇവിടെ പള്ളി നിസ്കരിച്ചില്ലല്ലോ. എന്ത് നിസ്കരിക്കാണ്ടിരുന്നു? അവിടെ AC ഇടുന്നില്ല അവര്. ഇതാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയാണ് ഇപ്പോഴത്തെ തലമുറ മൊത്തം. അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രമല്ല, അവിടെ വേറെയും കുട്ടികൾ വന്നിരുന്നില്ല. അപ്പോൾ കഴുതപ്പോയില് ഇപ്പൊ ശാമക്കാലത്ത് തന്നെ 4 കൂടി പള്ളിക്കല്ലേ പോണത്? 4 കൂടി ദാറുല്ലമാന്റെ പള്ളിക്കൽക്കല്ലേ പോണത്? എല്ലാവരും അവിടെ AC ഇട്ടിട്ടുണ്ട്. അപ്പൊ തലമുറ തന്നെ മാറി, കുട്ടികളുടെ ഇത് മാറി. ഇപ്പോഴും ഫാൻ ഓഫ് ആക്കാണ്. ആ ചൂണ്ട് വരല് ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അത് മുറിച്ച് കളയണം ആദ്യം തന്നെ. ആ ഫാൻ ഓഫ് ആക്കാൻ വേണം. ഇത് നിസ്കരിച്ച് മാമ അവിടുന്ന് ആദ്യത്തെ മാമ മുസല്ലേന്ന് എഴുന്നേറ്റാ അപ്പം ഇയാളെ കൈ അങ്ങോട്ട് പോകും. എന്ത് വർത്താനം? ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കണ്ടേ? എന്തിൻ്റെ അടുത്താണ് മോനെ? മഗ്‌രിബിന് പോയിട്ടുണ്ടാ? കൊതു നമ്മളെ പൊക്കിക്കൊണ്ടും ഹെലികോപ്റ്റർ വന്ന പോലെയുണ്ട് നിറച്ച് കൊതുകളുള്ളത് അല്ലേ? ഈ കൊതുകളല്ലേ മൊത്തം പൊക്കി നിസ്കരിക്കുന്നിടയിൽ ഇങ്ങനെ അടിക്കലിന് പണി ശരീരത്തിൽ. എന്തിന് ഫാൻ ഓഫ് ആക്കണം? ചൂട് മാത്രമല്ല, മഗ്‌രിബായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പള്ളിക്ക് മഗ്‌രിബോട് എടുക്കുമ്പോൾ തന്നെ പള്ളി നിറച്ച് ആരേറ്റെടുക്കും? കൊതുകളേറ്റെടുക്കും. ഈ കൊതുവിൻ്റെ കടി കയറ്റിട്ട് വേണ്ട നിസ്കരിക്കാൻ. ഒരു ദിക്ർ, ഒരു ഖുർആൻ, ഒരു യാത്ര ഒന്ന് ഓതാൻ പറ്റും അവിടെ ഇരുന്നിട്ട് മഗ്‌രിബിനടുത്ത്? ഇവന്മാർക്ക് എന്തിൻ്റെ കേടുന്നത് ഓഫാക്കുന്നത്? കറണ്ട് ബില്ലൊക്കെ അങ്ങനെ വരും. എല്ലാം അനുസരിച്ച് ഉയരാറുണ്ട് ഇല്ലേ? കാലഘട്ടത്തിൽ ആൾക്കാർ നിങ്ങൾ പിരിക്കണ കാശ് അന്ന് 4 അരിക്കാശ് മേടിച്ചിരുന്നു പള്ളിക്കൽക്ക് വരുമാനത്തിന്. ഇന്ന് അതാണ് മേടിക്കുന്നത്. ഇന്ന് 50 രൂപ വരെ 50 രൂപ 100 രൂപ മേടിക്കണവരുണ്ടെന്നുണ്ട് മഹലിൽ. വരിസംഖ്യ മേടിക്കണില്ലേ? കാശ് കൊടുക്കണില്ലേ? നാട്ടിൽ തന്നെ കാശുള്ള ആൾക്കാർ കൊടുക്കൂലേ? ഞങ്ങൾക്ക് ഇതിന് കൊടുക്കാൻ നിന്നിട്ട് ഇപ്പൊ ചാമക്കാലില് പള്ളിക്കൽ കൊടുക്കണ വാപ്പാണ് ലത്തിവാജിന് കൊടുക്കണത്. എന്ത്? വാട്ടറിന്റെ കാശ്. നിങ്ങൾ കറണ്ട് വാട്ടറിന്റെ കാശ് മറ്റേ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടറിന്റെ കാശ് വാപ്പണ് കൊടുക്കണം. അങ്ങനെ ഒക്കെ എല്ലാ നാട്ടിലും ഉണ്ട്. അല്ലാണ്ട് എൻ്റെ ഒരു വാപ്പയോ ഒരു അബ്ബാസാജി മാത്രമൊന്നല്ല, നാടുകളിലുണ്ട്. അള്ളാഹു ഐശ്വര്യം കൊടുത്ത ആൾക്കാർ. അവരോട് പറഞ്ഞാൽ അവരടക്കുന്നു, പിടിക്കുന്നു. നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലപ്പാ. അല്ലെങ്കിൽ ഖുർആൻ ഈ പള്ളിയിലല്ല ഇരിക്കണത്. പുറത്തിരുന്നിട്ട് നിങ്ങൾ വരാന്തരിരുന്നിട്ട് സൊറ പറയുന്നവനല്ല.
പിന്നെ ഈ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ ഫാൻ ഓഫ് ആക്കുന്നതിൻ്റെ യുക്തി കറണ്ട് ലാഭിക്കുക എന്നുള്ളത് അത് ഒരിക്കലും ഒരു ഇതന്നെയല്ല. അതെല്ലാം ഉൾപ്പെടെയാണ്. എല്ലാ പള്ളിയിലും ഒരു ജമാഅത്ത് മാത്രം മതിയാ, ബാക്കിയുള്ളവർക്ക് ഒന്നും നിസ്കരിക്കേണ്ടെന്നാ. പിന്നെ ആ ജമാഅത്ത് അഞ്ഞിട്ട് കൂട്ടിപ്പോയിക്കോ. എന്നിട്ട് ആ ജമാഅത്ത് നടത്തുന്ന ആൾക്കാരിൽ നിന്ന് കാശ് പിരിച്ചോ. എന്നിട്ട് നിങ്ങൾ മഹൽ നടത്ത്, പള്ളി നടത്ത്, വേറുള്ള ആൾക്കാരിൽ നിന്ന് കാശ് മേടിക്കണ്ട. അതെന്ത് യുക്തിനാ പറയണത്? റബ്ബിൻ്റെ പള്ളിയിൽ ഏത് സമയത്തും അത് തന്നെ അക്രമം കാണിക്കുന്നത് റോഡ് സൈഡിലുള്ള പള്ളികളുടെ അടുത്താണ് കൂടുതൽ. റോഡ് സൈഡിലുള്ള പള്ളികളിൽ യാത്രക്കാർ കയറും വരും ഇറങ്ങുമൊക്കെ ചെയ്യൂലേ. നിങ്ങൾ മാന്യമര്യാദക്ക് ഒരു ബോർഡ് എഴുതി വെക്ക് സുഹൃത്തെ. ഒരു പൊതുമുതലാണ്, നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ആ ഫാനും ലൈറ്റ് ഓഫാക്കാൻ മറക്കരുതിട്ടാ. സ്വല്പമൊക്കെ റബ്ബിനെ പേടിക്കുന്നതിന് അത് ഓഫാക്കൂലേ, എണിച്ചു പോവോ? ചെറിയ പിള്ളേർ വന്നാലപ്പോൾ ഓഫാക്കിയാന്ന് വരും. അത് അണ്ടർസ്റ്റുഡാണ്, കുട്ടികളല്ലേ. എല്ലാത്തവർക്കും എന്താ ഹാദി ഓഫാക്കൂലേ? ഒരു പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഞാനല്ലാത്ത വേറെ അവിടെ ഇല്ലെങ്കിൽ ഓഫാക്കി പോകില്ലേ? ഹാദി ഓഫാക്കൂലേ? ഹാനി ഓഫാക്കൂലേ? അവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഓഫാക്കൂലേ? ചെയ്യൂലല്ലോ. ഇവർക്ക് ഇത് ഇടാൻ പാടില്ല. ഇനി അതല്ലെങ്കിൽ ഇപ്പം സെൻസറൊക്കെ ഉണ്ട് മോനെ, ഇല്ലേ? ആളില്ലെങ്കിൽ ഫാൻ ഓഫ് ആവും. ആളുണ്ടെങ്കിൽ ആ ഫാനിൻ്റെ താഴെയോ ഒരു എന്താ പറയാ, ഒരു വൃത്തം ടൈമർ ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ ആ ടൈമർ ഓക്കെ, ഞാൻ അതല്ല പറഞ്ഞു. ടൈമർ ആ സമയത്ത് സ്കീക്കർ കുടുങ്ങി പോയില്ലേ? ഞാൻ പറഞ്ഞ സെൻസർ ഉണ്ടല്ലോ, സെൻസറല്ലേ ബെസ്റ്റ് ഓപ്ഷൻ. ആ ഒരു റേഡിയസിൻ്റെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ സാധനം വർക്ക് ചെയ്യും. ആള് പോയി കഴിഞ്ഞാൽ സാധനം ഓഫ് ആവും. ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ മുക്രിക്കാർ രക്ഷപ്പെട്ടു. ഞാൻ ചോദിക്കണത്, പള്ളി ജീവനക്കാർ എന്ന് പറഞ്ഞ് ശമ്പളം പറ്റി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെവിടെ? പണ്ടത്തെ പോലെ അരിക്കാശും ഇതും മാത്രമാണ് അവർക്ക് ഇന്നത്തെ ശമ്പളം. 15-20 ഉറുപ്പിക അവർക്ക് ശമ്പളം കൊടുക്കണില്ലേ? അപ്പോൾ അവർക്ക് ആ ഡ്യൂട്ടി ചെയ്യണ്ടേ? പള്ളിയിൽ ഇടയ്ക്കൊക്കെ വന്ന് നോക്കണ്ടേ? റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ചന്തി പൊക്കിയിട്ട് വന്ന് നോക്കണ്ടേ? ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അടുത്ത വക്തിന് മാത്രമേ വരുള്ളൂ. അവർക്ക് വന്ന് നോക്കാല്ലേ? ഞാൻ ആരെങ്കിലും ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്തിട്ട് ഓഫാക്കണ്ട് പോയിട്ട് നോക്കാലോ വന്നിട്ട്. അത് അവർ ഉത്തരവാദിത്വം കൂടിയല്ലേ, കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തമല്ല. കമ്മിറ്റിക്കാരുണ്ടാവില്ല. കമ്മിറ്റിക്കാർക്ക് എല്ലാ കാര്യങ്ങളും നേരടിയായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ജീവനക്കാരെ വെച്ചിരിക്കണത്. ഇവരാരും ഖിദ്മത്തുൽ ഇസ്ലാമിയത്തിൽ മുത്തഹിദത്തിൽ ഒന്നും വെച്ചിട്ട് ഇരിക്കണല്ല, ഒക്കെ ശമ്പളത്തിൻ്റെ തന്നെയാണ് അല്ലേ? ഇപ്പം ഞാനെങ്ങാണ്ട് ഒരാളൊരു കമൻറ്റ് എഴുതി കണ്ട് എന്തെന്ന് എൻ്റെ വേറൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്. എന്തിന് ഉസ്താദ്മാർക്ക് വേണമെന്നില്ല, നിങ്ങളെ കുട്ടികളെ ഇഷ്ടം ഈ പറഞ്ഞ ചാതി മദ്രസ നിൽക്കുന്നത് എന്താണ് ഉസ്താദ്മാർക്ക് വേണം, ഞങ്ങൾക്ക് അതായത് ഉസ്താദ്മാർക്ക് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ മക്കളാണ് പറയാം. പിന്നെ ഒരു മാസം ശമ്പളം കിട്ടാണ്ട് നോക്കട്ടെ, അപ്പോൾ ഇവരറിയും. ഞാൻ സ്വന്തം നമ്മൾ കൊറോണ സമയത്ത് നമ്മളെ അനുഭവമാണ്. നമ്മൾ നടത്തിയ സ്വന്തം പ്രൈവറ്റ് മദ്രസയിൽ കൊറോണ കാരണം അടച്ചിട്ടുണ്ട് വന്നപ്പോൾ ശമ്പളം ഇപ്പോൾ അവിടെ വീട്ടിലും നമ്മളെ മുറ്റത്ത് കോലായിൽ വന്നിരുന്നാണ് മേലിയാക്കന്മാർ മദ്രസ പണിയെടുക്കാത്ത ശമ്പളത്തിന് വേണ്ടിയിട്ട്. എന്തിന് പണിയെടുക്കാത്തത്? ആ ഇപ്പൊ ഈ പറഞ്ഞ ഈ കമന്റ് എഴുതുന്ന ആൾക്ക് ഒരു മാസം ശമ്പളം കുറച്ച് കാശ് കുറച്ചു കൊടുക്കട്ടെ എന്നാ നിക്കോടെ. അപ്പൊ ആവർത്താനൊന്നും പറയുന്ന അർത്ഥമൊന്നുമില്ല. ശമ്പളത്തിന് എന്നോട് പണിയെടുക്കണത് എന്താണ്? പിന്നെ അതിന്റെ പുറമെ ഇൻ അഡീഷൻ ടു അള്ളാഹിന്റെ കൂലി അതൊക്കെ അവന്റെ നീയത്തനുസരിച്ചിരിക്കും. ബാഹ്യത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ശമ്പളക്കാരാണ്. അല്ലെങ്കിൽ ബംഗാളിനെ വെക്കട്ടെ എന്ന് എന്തേ മലയാളി തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നമ്മളെ കേരളത്തിലെ എല്ലാ മേഖലകളിലും അവർ വന്നിട്ടില്ലേ? ഈ മാമായിട്ട് അടക്കം നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫിളൊക്കെ. നിങ്ങൾ പള്ളിക്ക് നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് തണ്ടൽ വളയൂല പണിയെടുക്കാൻ. പള്ളി ഹൗദ് വൃത്തിയാക്കാൻ പറ്റൂല, ടോയ്ലറ്റ് വൃത്തിയാക്കാൻ പറ്റൂല, പള്ളി വൃത്തിയാക്കാൻ പറ്റൂല. അപ്പോൾ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ബംഗാളികളെ അല്ലെങ്കിൽ വടക്കേന്ത്യക്കാരെങ്കിലും വെക്കട്ടെ സ്റ്റാഫായിട്ട്, അവർ ജോലി ചെയ്യൂലേ? മുക്രി മറ്റുള്ള ഇങ്ങനത്തെ പണിയൊക്കെ അവരേൽപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ ചെയ്യുക? ഈ ജോലിയൊക്കെ ഏറ്റെടുത്ത് ശമ്പളമൊക്കെ കിട്ടും മര്യാദക്ക് ചെയ്യോ? എല്ലാവരെയും കുറിച്ചല്ല പറയണത്. ഒരു വിഭാഗമുണ്ട്, അവർക്ക് പറ്റില്ല, അവരോട് നമുക്ക് പറയാൻ പറ്റൂല. ചില വയസ്സായ ആൾക്കാരായിരിക്കും തണ്ണിമുക്കരായിട്ട് മൂപ്പര് ഇങ്ങനെ എന്തൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ടാവും. ആ വ്യക്തിയോട് നമ്മൾ എന്ത് പറയാ? ഇനി പോയിട്ട് നമുക്ക് തോന്നിക്ക ടോയ്ലറ്റ് വൃത്തിയില്ലല്ലോ എന്ന് നമുക്ക് ഇയാളെ കണ്ടാൽ പറയാൻ തോന്നുന്നു. കാരണം അയാൾ തന്നെ എങ്ങനെയൊക്കെയോട് ജീവിച്ചു പോണത്. എന്നിട്ട് അയാളടുത്ത് പോയി പറയാൻ പറ്റുമോ? ഒക്കെ ടോയ്ലറ്റ് വൃത്തിയില്ല, അല്ലെങ്കിൽ അത് വൃത്തിയില്ല, ഹൗദിൽ വെള്ളമില്ല, അല്ലെങ്കിൽ ഹൗദ് വൃത്തിയാക്കിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്യ്, ആരോഗ്യവും ആഫിയത്തൊക്കെ ഉള്ള ഒരുത്തനെ പിടിച്ച് വെക്ക് ശമ്പളത്തിന്. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? അപ്പം ചുരുക്കത്തിൽ ഇപ്പം നമ്മളെ അനുഭവം തന്നെ പല സ്ഥലത്തുനിന്ന് അനുഭവമുണ്ട്. ഈ ഫാൻ ഓഫ് ആക്കി കളിക്കുന്നത് അതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ കൊണ്ട ചൂടത്ത് ഈ സീസണൊക്കെ വരുന്ന സമയത്തൊക്കെ
അക്രമം തന്നെയാണ്. ഇനി മഴക്കാലത്ത് ഇത് ഓഫാക്കാൻ പറ്റുമോ? അപ്പോഴും ഓഫാക്കാൻ പറ്റില്ല. കൊതു ലഞ്ച് കളീന് മഴക്കാലത്തല്ലേ ഒരുപാട് പൊക്കിക്കൊണ്ടുപോകില്ല നമ്മളെ കൊതുക്കൾ. അപ്പം അതിലൊക്കെ കുറച്ചൊക്കെ കൽബ് വിശാലമാക്കുകയും അതൊക്കെ എന്താ പറയുക അതിലൊക്കെ വരുന്ന ചിലവുകൾ, കറണ്ട് ബില്ലല്ലേ ഇപ്പം അതിൻ്റെ അകത്ത് മെയിൻ വിഷയം വരുന്നത്. അതൊരു അനിവാര്യമായ ചിലവായിട്ട് കണക്ക് കൂട്ടാനും കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരൊക്കെ തയ്യാറാവണം. അതല്ലാണ്ട് അതിനിങ്ങനത്തെ ന്യായങ്ങൾ ആൾക്കാർ ഓഫാക്കാണ്ട് പോകുമ്പോൾ ഈ 100 ആൾ വരുന്നതിൽ 20 ആൾ ചിലപ്പോൾ അങ്ങനെ പോകും എന്ന് കരുതിയിട്ട് ആ സാധനം ഇല്ലാണ്ടാക്കാൻ പറ്റും. ബാക്കി 50 ആൾ എന്ത് പഴിച്ച് അങ്ങനെ ഒരു സാധനം നിർത്തലാക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർ എന്തോ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആ നിയമം പാലിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെ ഹറാമാക്കാൻ പറ്റുമോ വിഷയങ്ങൾ? ഇത് തന്നെയാണ് നമുക്ക് ടോയ്ലറ്റിനെ പറ്റി പറയണം. അതിന് പറയുന്നെ വേണ്ട. പള്ളിയിലത്തെ ടോയ്ലറ്റിൻ്റെ കാര്യം ശരിയാണ്. അവരെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സത്യമുണ്ട്. ടോയ്ലറ്റ് പോയിട്ട് വൃത്തിയാക്കാണ്ട് വരും, അല്ലെങ്കിൽ വഴിയെ പോണ എല്ലാ അന്തം കമ്പി കൊച്ചറായി വന്നതിനകത്ത് കയറി കാര്യം സാധിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കൂടെ ഇതും ഒരു വിഷയമല്ലേ? ആവശ്യക്കാരനുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് കുറച്ച് ഉയർന്ന് ചിന്തിക്കാണ്ട് നിവൃത്തിയൊന്നുമില്ല. നിങ്ങൾ ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും ഭയങ്കര ഞങ്ങളൊക്കെ മോഡേണായി, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഇതുമൊക്കെ ആക്കിക്കോ. ഒരാളൊന്നും ചിലപ്പോൾ ഫാൻ ഇട്ടിട്ട് കിടന്നെന്ന് വരും, ബോധം കെട്ടവൻ. അതായത് കിടന്നുറങ്ങാൻ ഫാൻ ഉപയോഗിക്കുന്നത് അവൻ്റെ ധാർമ്മിക ചിന്തയാണ്. അവൻ ചെയ്യാൻ പാടുന്നത് അവൻ ചിന്തിക്കണം. ഞാൻ ഒരാൾ കിടന്നുറങ്ങുന്നു പള്ളിയിൽ, എനിക്ക് ഫാന് ഇടുന്നത് ശരിയാണോ അല്ലെന്ന് അവൻ ചിന്തിക്കേണ്ടതാണ്. നമുക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല. അതേസമയത്ത് അവൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവന് ദിക്റൊല്ലിക്കൊണ്ടിരിക്കുന്നു, നിസ്കരിക്കുന്നു, അവനത് ഇട്ടോട്ടെ പൈ, ഇടാൻ അനുവദിക്ക്. അന്ന് സത്യത്തിലുള്ള നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഭ്രാന്ത് പിടിച്ചിട്ട് നമുക്കൊന്നും അത്ര വലിയ അലിയിൽ ഒന്ന് അലീബിൻ അബി താലിബ് തങ്ങളൊന്നല്ല നിസ്കരിക്കുക കെട്ടിയ ദുനിയാവ് വറക്കാൻ. വേയർത്ത 5 കളിന് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ തന്നെ സ്വന്തം അനുഭവം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ തറാവിസ്കരിക്കാൻ അവിടെ പോയി ചാമക്കാലിൽ എവിടെയൊക്കെ ആൾക്കാർ പോകണത് 4 കൂടി പള്ളിക്കാണ് പോകണം. അവിടെ അയച്ചിട്ടിട്ടുണ്ട്. തലമുറ ഈ സത്യത്തിൽ ഈ നിങ്ങളെ ജൻസിന്നാണ് വിളിക്കുക. ഞാൻ നിങ്ങളെ ജൻസിന്നൊന്നും വിളിക്കൂല. ആ തലമുറ, നിങ്ങളെപ്പോലത്തെ തലമുറ പള്ളിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അകലുള്ളൂ. പോകൂ, കൂട്ടാക്കുമോ പള്ളിക്കൽക്ക് പോകാൻ? അപ്പോൾ പറയും വേണ്ട. അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരാം. വേണ്ടവർ വന്നാൽ മതി, എല്ലാത്തവരും ഇരിക്കുക. ഈ മാതിരി വർത്താനൊന്നും ദീനിൻ്റെ വിഷയം ദഅവത്തിൻ്റെ മേഖലയിൽ പറയാൻ പറ്റുന്ന വർത്താനമൊന്നുമല്ല. എന്തെന്ന് പിന്നെ നിങ്ങൾ ദഅവത്ത് പള്ളി കെട്ടിയിട്ടോ ആൾക്കാർ അള്ള ഉദ്ദേശിച്ചവരൊക്കെ വന്നോളൂ, പിന്നെ നിങ്ങൾ ദഅവത്ത് നടത്തേണ്ട ആവശ്യമുണ്ട്. അവമാതിരി വർത്താനൊന്നും പറയാൻ പാടില്ല. അപ്പം ചുരുക്കത്തിൽ നിങ്ങളെ സ്ഥാപനങ്ങളൊന്നും ഇങ്ങനെ എനിക്കറിയില്ല. പള്ളി അതിൻ്റെ ആവശ്യമുണ്ട് സത്യത്തിൽ. അതിനെ ഓഫാക്കേണ്ട കാര്യമുണ്ട്. അതിലിപ്പോൾ എത്ര ലാഭം കിട്ടും? എത്ര ഒരു ഫാന് ഇനി സുബഹിസ്കരിച്ചിട്ട് പിന്നെ അങ്ങനെ വർക്കൊന്നും ചെയ്യൂലല്ലോ. ളുഹർ മുതൽക്കല്ലേ ഇപ്പോൾ തുടങ്ങുക ഒരു ചടങ്ങ് പള്ളിക്കല് ആക്റ്റീവ് ആവണം. ളുഹർ മുതൽക്ക് ഇഷാ വരെ തുടർച്ചയായിട്ട് ഒരു ഫാൻ വർക്ക് ചെയ്താൽ തന്നെ എത്ര കറണ്ട് എടുക്കും? ഇഷാ കഴിഞ്ഞ് പള്ളി പൂട്ടുമ്പോൾ എന്തായാലും എല്ലാവരും ഓഫാക്കിയല്ല. ആ കറണ്ടൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ. 1-2 ഫാനല്ലേ വർക്ക് എടുക്കും. പള്ളി ജുമാഅത്ത് പള്ളിയിൽ ഇപ്പോൾ ജുമാക്ക് ദിവസം ഇടുന്ന പോലെ മുഴുവൻ ഫാൻ ഇട്ടിട്ട് ഒരാൾ പോവില്ലല്ലോ. ഒരു ബോർഡ് എഴുതി വെച്ചാൽ മതി, ഫാൻ ഇടുക, പോകുമ്പോൾ ഓഫ് ചെയ്യുക, ഇത്ര ആവശ്യമുള്ളൂ. പക്ഷെ പല പള്ളികളും ഇതിന് വ്യത്യസ്തമായിട്ടുണ്ട് ഉള്ളത്. ഇപ്പോൾ തന്നെ പറയണം, പല പള്ളികളിലും ഇത് കുറച്ചൊക്കെ ആൾക്കാർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലോ ആ പള്ളി സുബ്ഹാനല്ലാഹ്, അള്ളാഹു എന്തിന് സാജിദാണ് ആ പള്ളിയുടെ പേര്, ഫാത്തിമ, ഒരു ഹാജിന് അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആ പള്ളി അവിടെ എത്തുമ്പോൾ നമുക്ക് നിസ്കരിക്കാനുണ്ട്. എവിടെ നിസ്കരിച്ചില്ല അവിടെ പോയി നിസ്കരിക്കാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അത്രയും അല്ലേ, AC ഇട്ട് വെച്ചിട്ടുണ്ട്, ഫാനും വർക്ക് ചെയ്യിക്കുക, എല്ലാം. അതൊരു ഭയങ്കരമായ പള്ളി തന്നെ അല്ലേ. കുറ്റിപ്പുറത്തുനിന്ന് നമ്മൾ പൊന്നാനിക്ക് തിരിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാര്യം എന്താണ്? ഇപ്പൊ കൈതപ്പോയില് പാവം ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ ഉള്ള പള്ളിയല്ലേ, സംഭവം അത്ര വലിയ ഗ്ലാമറസ് പള്ളി ഒന്നുമല്ല. പക്ഷെ അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് മഗ്‌രിബിന് മുമ്പ് തന്നെ AC ഒക്കെ ഇട്ടിട്ട് റമദാനിക്കൊക്കെ നല്ല ചില്ലാക്കി വെക്കും. ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ ഈ പള്ളിക്കലില്ല. AC ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. നമുക്ക് അത്രയും വകുപ്പില്ലായിരിക്കും സാമ്പത്തികമായിട്ട്. കറണ്ട് ഫാൻ ഇട്ടൂടെ പോയി AC ഇടണ കൊണ്ട് വേറൊരു ദ്രോഹം ഇട്ടാ അത് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതിപ്പോൾ AC ഇടുന്ന പള്ളി മാത്രമല്ല, ഷോപ്പുകൾക്കും ഒരു ദ്രോഹമുണ്ട്. വലിയ കാര്യമായിട്ട് വരും.
AC വെക്കുന്ന ഷോറൂം. അത് കാരണം സീലിംഗ് ഫാൻ ഒന്നും വെക്കൂല മൂപ്പര് ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് രണ്ട് AC ഒക്കെ വെക്കും. ചെരുപ്പ് കടാണെങ്കിലും തുണിക്കടാണെങ്കിലും. പുതുമേല് ഒരു 4 സാരി വർക്ക് ചെയ്യും. പിന്നെ AC ഇല്ല, ഫാൻ കാരണം സീലിംഗ് വെച്ചിട്ടില്ല. പിന്നെ കാണാം ഒരു സക്കറാത്തിന്റെ ഫാൻ എവിടെ നിന്നിട്ട് ആടണത്, വാളും ഇരുന്നിട്ട്. ഞാൻ ആടണോ പാടണോ എന്നിട്ട് മൂപ്പര് നിന്നിട്ട് ആളുകൾ കാണാൻ കിടന്നിട്ട്. ഇത് നടക്കാത്തൊരു പണിക്ക് എല്ലാ ഹോളും പൂട്ടിയിട്ടുണ്ടാവും. ഏത് AC വെക്കണ കാരണം ഒരു ശ്വാസം വരുന്ന ആ വാതിലും പൂട്ടി വെച്ചിട്ടുണ്ടാവും. എല്ലാ ഹോളുകളും പൂട്ടി വെച്ചിട്ടുണ്ടാവും. എയർ ഹോളൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ടാവും. എന്തിനീ ദ്രോഹം ചെയ്യണ്? എടോ, നിന്റെ ചെരുപ്പ് കടക്ക്, നിന്റെ തുണിക്കടക്ക്, നിനക്ക് AC അങ്ങനെ 24/7 ഇടാൻ പറ്റൂല. അല്ലെങ്കിൽ കറണ്ട് പിന്നെ നീ മര്യാദക്ക് സീലിംഗ് ഫാൻ വെച്ചാൽ പോലെ പറഞ്ഞ മനസ്സിലായേ. ഇതേപോലെ തന്നെ പള്ളികൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AC പുറമോടി കാണിച്ചിട്ട് ഉള്ള എല്ലാ ഓട്ട അടച്ചു വെച്ച് ഫാനുകളും സൈഡിലേക്ക് മാറ്റി. ആരാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്? ഇപ്പം നിങ്ങൾ മറ്റേ വലിയ പള്ളിക്കലും അങ്ങനെ തന്നെ അല്ലേ, സൈഡിൽ നിന്നിട്ടല്ലേ ആടണത് മറ്റാള്. വേറെ ആർക്ക് കാറ്റ് കിട്ടും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ജുമാക്ക് അവിടെ പോയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സീലിംഗ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് സഫിന്റെ ഇടയിൽ എവിടെയെങ്കിലൊക്കെ പോയി കുത്തിത്തിരിക്ക് ഫാനിന്റെ നേരെ താഴാൻ നിൽക്കാൻ നോക്കുക. ഇത് മറ്റോനാണ് വാൾ മൗണ്ടഡ്, സൈഡിൽ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ അവിടെ പോയി നിൽക്കാൻ പറ്റും സഫിൽ ഗ്യാപ്പ് ഇട്ടിട്ട്. ഇത് പറയും ഇവര് സുഖലോലുപരാണ്, ആഡംബരപ്രിയരാണ്, ഇവർക്ക് അതല്ല വലുത് പറയണവര് പറഞ്ഞു പോവാന്നല്ലാണ്ട് നമ്മൾ ഈ ദുനിയാവും ആഖിറും നിരകാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നമുക്ക് എന്തായിരുന്നു അല്ല അറിയില്ല. ഇവിടെ അള്ളാഹു തന്ന സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആസ്വദിക്കാല്ല.